ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. ഞാനും അനിയത്തിയും കൂടെ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 5:45 സമയം. നമുക്ക് ചുമ്മാ ഈ നാടും നാട്ടുകാരെയൊക്കെ കണ്ട് ചുമ്മാ വിശേഷമൊക്കെ പറഞ്ഞ് പോവാം. പിന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും. നമുക്ക് പോകാം. ഫസ്റ്റ് പ്രകൃതി രമണീയമാണ് ഞങ്ങൾ. അതെ, നമുക്ക് കുറച്ച് നമ്മൾ പൊക്കിയാണ് എടുക്കുന്നത്, കാരണം തുണിയൊക്കെ നനച്ചിട്ടേക്കാണ്. ഇതാണ് വീടിന് ചുറ്റുമുള്ള അന്തരീക്ഷം. യെസ്, സ്ഥലം പറയൂ. ഓതറ, തിരുവല്ല. ഓതറയിലാണ് നമ്മുടെ വീട്. അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. ഇത് അമ്മയുടെ അനിയത്തിയുടെ മോള്, എൻ്റെ അനിയത്തി. വരൂ. ഇത് ജസ്റ്റ് ഒരു ഈ വീഡിയോ കാണുന്നതൊക്കെ വേണേൽ സ്കിപ്പ് ചെയ്യാം, കാരണം അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊന്നുമില്ല. ആരാ കാണുന്നേ? നമുക്ക് മറ്റേ ഈ ചുമന്റെ രക്തനെല്ലിക്ക എന്താ പറയുന്നത്? ചോരക്കായോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കാണിക്കാം. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് പറയാം. യെസ്, നല്ലത് പറിക്കടി. പറിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ടോ? ഉണ്ട്. യെസ്, ഇത് എനിക്കെനിക്ക് ഫോക്കസ് ആകുന്നില്ല. നിന്നെ ഫോക്കസ്. യെസ്, ഇത് ഞങ്ങളിവിടെ എനിക്ക് അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ഇപ്പം മുമ്പേ റീൽസിൽ കണ്ടു ഇതിന് രക്തനെല്ലിക്കയോ അങ്ങനെ എന്തോ പറയുന്നത്. എന്താണോ ഇത്? കൈ പറിച്ച് തേച്ചാൽ വിഷമാന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി, എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കും. അമ്മ പറയുമായിരുന്നു, കാരണം പിള്ളേർ പോയി പറിച്ച് തേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷമാണ്. നമ്മളിത് എന്തിനായിരുന്നു തേക്കുന്നത്? എല്ലാവരെയും പറ്റിക്കാൻ. കൈ മുറിഞ്ഞു. എനിക്കിപ്പോഴും പേടിയ. പക്ഷേ ആണോ? നമ്മളെ വലിയ ചോരയായിട്ടൊന്നും പറ്റത്തില്ല. കൊതുകൊക്കെ കടിക്കുമ്പോൾ ചോര വരുന്ന പോലെ അല്ലേ? വിഷമാണെന്ന് ഓർത്തിട്ട് എനിക്ക് പേടി. ഓക്കെ, നമുക്ക് നടക്കാം. ഇത് മെയിൻ റോഡല്ല. നമ്മുടെ ഒരു കുറേ പോക്കറ്റ് റോഡ്സ് ഉണ്ട്. മെയിൻ റോഡിൽ കൂടെ അല്ലാതെ വേറെ വഴി കൂടെ നമുക്ക് താഴേക്ക് പോകാനായിട്ട് പറ്റും. അങ്ങോട്ട് നമ്മൾ പോവാണ്. ഇവിടെ അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. എൻ്റെ വീട് കുന്നന്താനം, അല്ലപ്പള്ളി കുന്നന്താനം. ഇത് തിരുവല്ല, ഓതറ. ഇതിവിടെ അടുത്തുള്ള ഒരു റബ്ബറും തോട്ടം. ഇനിയൊരു വലിയ ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി വേണം നമുക്ക് റോഡിലേക്ക് നടക്കാൻ. ഇങ്ങോട്ട് കണ്ടമാണ്. കണ്ടത്തിലോട്ട് പോവാം, റോഡിലോട്ടല്ല, കണ്ടത്തിലോട്ട്. പണ്ട് ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ വരുമായിരുന്നു. എവിടെ? ഈ കണ്ടത്തിൽ മീൻ മേടിക്കാനോ? പിടിക്കാൻ. അതിന് താഴെ ഒരു കണ്ടമാണ്. അപ്പോൾ ഇവളുടെ പണ്ടത്തെ മെമ്മറീസൊക്കെയാണ് പറയുന്നത്. ഇവളും കൂട്ടുകാരും മീൻ പിടിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. ഈ ഇറക്കം സൂക്ഷിച്ചിറങ്ങണം, അല്ല നമ്മൾ താഴെ വീഴും. പണ്ട് നല്ല ഒഴുക്കായിരുന്നു. ഇവിടെ വലിയൊരു ഇതുണ്ടായിരുന്നു, അവിടെ കുളിക്കായിരുന്നു. ചന്തുവിൻ്റെ ചെറിയ പൂരത്തല്ലി കിട്ടി. പിള്ളേരൊക്കെ ഇതിലേക്ക് സൈക്കിളിലൊക്കെ നടപ്പുണ്ട്. കണ്ടോ തോട്ടം? കണ്ടോ? വൈബ് തോട്ടം. യെസ്, ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയം പത്തനംതിട്ടയുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുറേ റബ്ബറും തോട്ടങ്ങൾ കാണും. അതെ. ഏതോ ഒരു വീട്. ഇവിടെ താമസമൊന്നുമില്ലേ? നമുക്ക് പെയ്യ ഇറക്കം അങ്ങോട്ട് ഇറങ്ങാം. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴുന്നതായിരിക്കും. നേരെ നോക്കി നടക്കുന്നു. ശരി. That's a famous name in Ottawa. Yeah. Biggest wheel soul in our ഗ്രാമം. Yeah. ഈ വീഡിയോ ഒരു പവന്റെ അവിടെ കടന്നു. അത് പോയി. പക്ഷെ ആ ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നേരിൽ കാണുന്നത് നല്ലത്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറീസ് ആണ്. ഞങ്ങൾ നേരത്തെ അവധിക്കാലത്ത് ഞാനിവിടെ വരുമ്പോൾ ഞങ്ങൾ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ കൊക്കോമരം ഇവിടെ നിൽപ്പുണ്ട്. കൊക്കോമരം. അന്ന് വീട്ടിൽ ആരും ഇല്ലെന്ന് കരുതി ഞങ്ങൾ കൊക്കോ പറിക്കാൻ കയറി. എന്നിട്ട് നമുക്കത് ഇപ്പോഴും ഹൈറ്റില്ല, അപ്പോൾ തീരെ ഹൈറ്റില്ല അല്ലേ? എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒരെണ്ണം പറിച്ച് വലിച്ചു പിടിച്ച് പറിച്ച്. അപ്പോഴത്തേനും അകത്തുനിന്ന് ഒരു പാത്രം വീഴുന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ ഓടി. കട്ടുപടി പേടി, കാരണം ഇരുട്ടായിരുന്നു സ്ഥലത്ത്. ഇരുട്ടുമായിരുന്നു. പക്ഷെ ആ വീട്ടിൽ താമസം ഇല്ലെന്നായിരുന്നു. ആരായിരിക്കും, പൂച്ച വല്ലതും ആയിരിക്കും. പക്ഷെ ഞങ്ങളപ്പോൾ പേടിച്ചു. ഇനി കണ്ട സൈഡിലോട്ട് പോയിട്ട്. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ ആയിരുന്നു വെള്ളം ഭയങ്കര. അതെവിടെ ആയിരുന്നു? ഏതോ സമയത്ത് എനിക്ക് വെള്ളത്തിൽ കൂടെ നടന്ന പോലെ ഓർമ്മ വരുന്നു. അതിലേ മുമ്പല്ലേ റോഡ്? ഇതിലേ മുമ്പ് കണ്ടം. ഇതാണ് കണ്ട സൈഡിലോട്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല. കണ്ട സൈഡിലോട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മാക്സിമം സന്ധ്യ സമയങ്ങളിൽ എങ്ങനെയൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? കമൻറ്റ്. ഇവിടെ കാക്കപ്പൂ. അയ്യോ, പിള്ളേർ വിളിക്കല്ലേ? റോഷനും മറ്റൊരു വരെ മറന്നു. വഴക്കൊണ്ടോ കൂടി? ഇല്ല.
പിള്ളേരൊക്കെ ഇതിൽ നടപ്പുണ്ട്. ഇവിടുത്തെ പിള്ളേർ കണ്ടത്തി വെള്ളം ഉണ്ടോ? വെള്ളമുണ്ട്. കണ്ടമ്മോ തോടല്ലേ. ഇപ്പം മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെയ്യുന്നില്ലല്ലോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ സൈക്കിളൊക്കെ നടപ്പുണ്ട്. ടിപ്പിക്കൽ ഗ്രാമം. യെസ്. ഉണ്ടോ? അങ്ങോട്ട് പോകുന്ന എബിന്റെ വീട് കഴിഞ്ഞോ? കണ്ടോ? നീ കണ്ടത്തി പോകുന്നു. ഞാനത് കണ്ടത് പിന്നെ അടുക്കൂടൊക്കെ നടക്കുക. അതാണ് കണ്ടത്. ഇതാണ് ഞങ്ങളെ കണ്ടത്. പ്ലാവ്, ചക്ക അറിയത്തില്ല ആർക്കും. നിങ്ങളുടെ നാട്ടിലുണ്ടോ ചള്ളക്കുഴി? ഇതുവഴി ഞാനും എബിനും ബിബിനും കൂടെ മറ്റേ സൈക്കിൾ ഓടിച്ച് മത്സരവും ഞാൻ പോകും. സ്വാഭാവികം. അത് എബിന്റെ എന്ത് എബിന്നൊക്കെ പറയുന്ന കുട്ടിയുടെ ഒക്കെ വീടാണത് അല്ലേ? ഇപ്പൊ കുട്ടിയല്ല, ഇപ്പൊ വലിയ കുട്ടി. ആർട്ട് ഡയറക്ടറാണ്. അതെ വലിയ അതെ അതെ അതെ. കണ്ടോ? സെലിബ്രിറ്റീസുമായിട്ടൊക്കെയാണ് കൂട്ട്. ആദ്യമാണെന്ന് ഇതല്ലേ നമ്മൾ ചുമ്മാ നടക്കുന്നത്? അറിഞ്ഞൂടാ. അവളിവിടെയൊക്കെ പണിതോ കുറേ നാളെ പോയിട്ട്. ഇത് അവനായി അഭിനയിച്ച പടത്തിൻ്റെ പോസ്റ്ററായിട്ട് ഇടുന്നു. നാടകമായിട്ട് ഞാൻ അഭിനയിച്ചായിരുന്നു. എല്ലാവരും കത്തിപ്പോയി അങ്ങോട്ട്. ഹൗ ബ്യൂട്ടിഫുൾ. ഓക്കെ, നീ ഉണ്ട്. ചെയ്തോ കറക്കിക്കും. യെസ്. വയ്യ ഗൈസ്. നോക്ക് ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത് സന്ധ്യാമ്മയാണ്. സന്ധ്യാമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തി. സന്ധ്യാമ്മ ഡ്രസ്സാണ്. ഈ സന്ധ്യയുടെ മിക്ക ഡ്രസ്സും ഞാനാണ് അടിച്ചോണ്ട് പോകുന്നത്. കുറച്ച് ലൂസ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിൽ കെട്ടൊക്കെ ഉണ്ട്. മറ്റേ നമ്മുടെ നൈറ്റി മോഡല്, കോട്ടൺ നൈറ്റി. പക്ഷേ ഇടുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവിയൊന്നും എടുക്കുന്നൊന്നുമില്ല. എനിക്ക് ചേരുന്നില്ലേ? എനിക്ക് റെഡ് കളർ ചേരുന്നില്ല? നിങ്ങൾ പറയൂ കമൻറ്റിലോ. ഇതായിരുന്നു സ്പോട്ട്. ഇവിടെ ആയിരുന്നു തുണി അലക്കുന്നത്. പണ്ടത്തെ തുണി അലക്ക് സ്പോട്ട് കാണിച്ചു തരാം. അന്ന് ഇത് വലിയ തോടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗം ഇവിടെ ഇപ്പം നമ്മുടെ എല്ലാ വീടുകളിലും ബാത്റൂമും പൈപ്പും മോട്ടറൊക്കെ സെറ്റ് ആയതുകൊണ്ട് ആരും ഇതുപോലുള്ള തോടുകളിലൊന്നും വന്ന് അലക്കാറില്ല. അപ്പം അവിടെ ഒരു കല്ലുണ്ട്. അവിടെ ആയിരിക്കും കൂടി. ആണോ? പിന്നെ ഒരു പ്രത്യേകത, ഇവിടെ എവിടെ കുഴിച്ചാലും വെള്ളം വരും, ചാടും. യെസ്, ബാ ഇറങ്ങിക്കോ. ഇതിനകത്ത് നിന്ന് നമുക്ക് കാലൊക്കെ നനയ്ക്കാം. ഫോൺ താഴെ വീഴല്ലേ എന്നുള്ളത് കൊണ്ട് ഞാൻ കയറുന്നു. അവിടെ ചെറിയ ഇതായിട്ട് വരുന്നു. പിന്നെ അങ്ങ് എത്തുമ്പോൾ ഇത് വലിയ തോടായി മാറുന്നു. അതെ, അന്ന് ഇത്ര നികത്തിയിട്ടില്ലായിരുന്നു. ഞാൻ നടന്നു പോകും. പെട്ടെന്ന് ഇവിടെ റോഡുണ്ടെന്ന് പറഞ്ഞാൽ ചവിട്ടരുത്. ഇതിലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. കണ്ടത്തേക്കൊക്കെ ഉള്ളതൊക്കെ അവർ വെട്ടി എടുത്തിട്ടുണ്ട്. നീ അങ്ങോട്ട് വരുന്നതാ? അങ്ങോട്ട് വരെന്താ ഇപ്പൊ ഒത്തിരി മാറിയോണ്ട് എനിക്ക് വലിയ ഇവളും ഇവിടെ ഒന്നും ഇല്ലാത്തതൊക്കെ ഉണ്ട്. പശു ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പോച്ച പറയുന്നത്. പോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല്. ഞങ്ങളിവിടെ പോച്ച പറിക്കാന്ന് പറയത്തില്ല. ഒരേ ജില്ലയാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് പുല്ല് പറിക്കാൻ പോകുന്നു. പക്ഷേ പോച്ച എന്ന് പറയും. നിങ്ങളെന്ത് പറയുന്നു? മഴയായതുകൊണ്ട് ഇങ്ങനെ തിരിച്ചില്ല. നല്ല കൊതുകുണ്ട്. നമ്മൾ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൊതുകുണ്ട്. അതുപോലെ തന്നെ പോച്ച എന്ന് മാത്രമല്ലോ, കയ്യാലയ്ക്ക് അങ്ങോട്ട് എന്തോ പിന്നെ ഏതാണ്ട് പറയുമായിരുന്നല്ലോ. അങ്ങനെയാണ് പറയുന്നത്. കിട്ടുന്നില്ല. പറമ്പിനെന്തുവാ പറയുന്നത്? അത് തന്നെ. നമ്മളപ്പുറത്തെ പറമ്പിലോട്ടിട് എന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ ഇവിടെ വന്നാൽ അയ്യത്തോട്ടിട്. ഞങ്ങൾ യൂസ് ചെയ്യും വാക്ക്. പക്ഷെ കൂടുതലും യൂസ് ചെയ്യുന്നത് അയ്യം, പോച്ച. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ക്യാമറ തിരിച്ചു പോകണം ഗൈസ്, കാരണം ഇരുട്ടുന്നു.
ഞാനാണ് അവിടെ തമിഴ് പിള്ളേർ ഒരു ആറ് തോടി കണ്ടിട്ട് നാളെ കളികളാരോ. ഞാൻ തമിഴ്നാട്ടിലാണ് ഗൈസ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് കോളേജിനെ പറ്റി അഭിപ്രായം ഒന്നും ചോദിക്കുന്നില്ല. പട്ടിക്കാടാണ് ആണ് ആ ജില്ല. നാമക്കൽ എന്ന് പറഞ്ഞ ജില്ല എന്ന് പറഞ്ഞ ഒരു ടൗൺ കണ്ടുപിടിച്ചതിന് കുത്തുതിയ കൊണ്ടല്ലേ പോട്ടെ. എടി അവിടെ നിൽക്കും, ഫോട്ടോ എടുക്കാം. കുഗ്രാമാണ്. യെസ് പറ പറ ഗൈസ്. പണിവാളി കൊതുക് ചെടിയാണ് മൊത്തം. തോട്ടത്തിന് നടുക്ക് വന്നിട്ട് കൊതുക് കടിക്കലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അല്ലേ? അതിന് ഞങ്ങൾ കണ്ടം വ്ളോഗ് എന്ന് മാറ്റിയിട്ട് തോട്ടം വ്ളോഗ് എന്ന് ആക്കേണ്ടി വരും. കാരണം പണ്ട് ഇവിടെയൊക്കെ കണ്ടമായിരുന്നു, ഇപ്പോൾ തോട്ടമായി മാറിയിരിക്കുന്നു ഗൈസ്. ചുമ്മാ തേരാപ്പാല തുടരും ഇതിലേവം നമ്മൾ വീട്ടിലോട്ട് പോവാണോ? കണ്ടം വൈബ്. അവിടാണ് സൂര്യേട്ടൻ. ഇതൊരു കുത്തനെ ഒരു കയറ്റമാണ്. നോക്കൂ കേട്ടോ. വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അതെ, വീഡിയോ കാണുമ്പോൾ അത്രയ്ക്കില്ല. ഞങ്ങൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കും. ഇപ്പം വീണേനെ, പക്ഷെ നമ്മൾ വീണില്ല. സമയം അതിക്രമിച്ചുകൊണ്ട് കയറി പോവാണ്, അല്ലെ കണ്ടത്തിൽ കൂടെ പോകാന്നാണ് വിചാരിച്ചത്. അതെ, ഇനി ഇപ്പം അതിനുള്ള സമയമൊന്നുമില്ല. നാളെ ഇനി സമയമുണ്ട്. കനകാമ്പരം നിങ്ങൾ അവിടെ എന്ത് പറയും? വീട്ടിലുണ്ടടി വലുത്. ആണോ? എനിക്കിത് മാച്ചാണ്. അതെ, അതുകൊണ്ട് ഞാനിത് ചെമ്പരത്തി വേണം. ചെമ്പരത്തി പൂവേ ചൊല്ല് കറക്റ്റായിട്ടുള്ള സാധനം പറഞ്ഞോ മോളെ. ഇതാണ് വീട്. നമ്മുടെ പ്രേത വീടാണ്. ഇത് നമുക്ക് കൊടുക്കാം. അവർക്ക് മാച്ചിങ് ആയിട്ടുള്ളതാണ്. കണ്ടോ? ഫോട്ടോ എടുക്കാം. ഇല്ല ഉണ്ട്. Pretty little baby. വീഡിയോടെ കൊച്ചിന്റെ പേരെന്നാ? ഐശ്വര്യ രാജേഷ്. ഓക്കെ, ടാറ്റാ. വീട്ടിൽ പോവാ. എവിടെയാടി? അപ്പൂനെ അറിയാവോ? ബോബു. ബൗബോ ഉള്ള വീടാ. ടാറ്റാ. വീഡിയോ ഏത് വീഡിയോ എടുക്കെ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര അറ്റാച്ച്ഡ്. പെങ്ങളെ കിട്ടിയ സ്ത്രീകളൊക്കെ തരുമോ അല്ലയ? ഭ്രാന്ത് ലൈറ്റ്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് എന്താണ് കിട്ടിയത്? കൊതുക് കടിക്കുന്നു. അതെ, ഇപ്പോഴും കാലം ചൊറിയുന്നുണ്ട്. എനിക്ക് ചൊറിയുന്നുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു, പക്ഷെ എനിക്കൊരു രസമല്ലേ. നമ്മളിപ്പോഴും വീട്ടിൽ ചടഞ്ഞുകൂടി മൊബൈലിലും തോണ്ട് റീൽസും കണ്ടിരുന്നാൽ മതിയോ? ചന്ദന ചേട്ടൻ വന്നു. കിട്ടിപ്പോയി. നേരത്തെയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു. അപ്പൂൻ്റെ അടുത്ത് പോകാം. പൂനെയും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാം. ഗൈസ്, നമ്മുടെ അപ്പുക്കുട്ടൻ മുമ്പേ നമ്മൾ ചെവിയിൽ വെച്ച കനകാമ്പരത്തിൻ്റെ ഒരു തോട്ടം തന്നെ ഇവിടെയുണ്ട്. പിന്നെ ചന്ദനയുടെ കുറേ കുഞ്ഞുങ്ങൾ, വാഴകൾ. അടുത്ത വാഴ. നമുക്കൊരു പേടാക്ടറുണ്ട്. കാണിക്കണം വേണ്ടല്ലേ? വേണ്ട, സീൻ കോൺട്രയാകും. അത്രേ ഉള്ളൂ. വന്നപ്പോഴേ ജോലി കിട്ടി. ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അടുത്ത വീഡിയോ ഞങ്ങളുടെ ഗസ്റ്റ് ഫീമെയിൽ ആക്ട്രസ് എന്ന് പറയുന്ന ചലഞ്ചിങ് വീഡിയോ ആണ് വരുന്നത്. ചലഞ്ച് വീഡിയോ അതിലൊന്നുമില്ല, മൂടിയായിട്ടിരിക്കുവായിരുന്നു. നമ്മുടെ മൂഡൊന്നും
ഫുള്ളി ഓക്കെ അല്ല. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയി. 6 മണി കഴിഞ്ഞു. നമ്മൾ ചുമ്മാ കഴിഞ്ഞില്ലേ? 5:45. ഹലോ